സൂര്യബോസ് എത്ര കോടി മേടിച്ചു? 1 കോടിയല്ല 4 കോടി വാങ്ങി എന്റെ കുഞ്ഞിന്ന്. 1 കോടി എനിക്ക് എന്നാ അവന്റെ 3 കോടി ബാക്കി. സൂര്യബോസിനെ അറിയാവോ? ഇല്ല. അളിയ ചന്ദ്ര ഇവ ഒന്നാം തരം സെൽഫി അല്ലേ അളിയ? അളിയ നമുക്കൊരു ഒരു കിഡില് ആർപ്പി ഉണ്ട് അളിയ. ഹായ് ഗേൾസ്. ഹായ്. മോബി എന്താ ഇത് അലക്സ് ലോറയുടെ അനിയൻ, നമ്മളെ അനിയന്മാരാ. ഇതാരായിരുന്നു? എന്റെ ചന്ദ്രബോസാണോ? അതെ അതെ ഞാൻ തന്നെ. നിങ്ങൾ അനിയ അല്ല മോൻ നല്ല പേച്ച മോനാണ്. അതെ ലോറ മലക്ക് പോവാന്നോ? അതെ അതെ മലക്ക് പോവാ. സ്വാമി ശരണം. ലോറ കം വിത്ത് മീ. ലോറ വന്നേ ലോറ. ചന്ദ്രൻ മിസ്റ്റർ ചന്ദ്രൻ സാമിയാണല്ലേ? സോറി. താങ്ക് യു. സ്നേഹമുള്ള ചേട്ടനാ. ലോറക്കിന്റെ പെണങ്ങല്ലേ ചെറിയ കാര്യത്തിനൊക്കെ. തമാശക്കല്ലേ നമ്മള്. നിങ്ങള് സീരിയസ് ആവല്ലേ ഇങ്ങനെ? ആരാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ അടുത്ത് പറയില്ല നടാശ്ശേരി. ഞാൻ വേറെ വോയിസില നടാശ്ശേരി സ്നേഹത്തോടുള്ള സംസാരിച്ചു ഇപ്പൊ. പക്ഷെ അതെന്താ അറിയോ, അത് എന്നെ അപരാധി എന്ന് വിളിച്ചു ആദ്യം. അന്നേരം ഞാൻ പറഞ്ഞ് നീയാടി അപരാധി, ബ്രഹ്മാണ്ട അപരാധി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തിനൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞു സ്നേഹത്തോട് പറഞ്ഞു. എന്നെ അപരാധി വിളിച്ചു ഞാൻ കേട്ടോണ്ടിരിക്കണോ? പിന്നെ ലോറ ഇപ്പൊ ഒരുത്ത വന്ന ചോദിച്ചു മറ്റന്നാ. ഞാനും പോകുന്നുണ്ട് മലക്ക്. 1 കോടിയിൽ കുറഞ്ഞിട്ട് ദൈവം അക്സെപ്റ്റ് ചെയ്തില്ലെന്നാണ് പറഞ്ഞേക്കണേ. 1 കോടി തരണം. 100 രൂപയുടെ എച്ചി. ഈ 100 രൂപയ്ക്ക് സിറ്റിയിൽ 200 രൂപയാ. 200 രൂപയ്ക്ക് സിറ്റിയിൽ വാങ്ങിക്കാൻ പറ്റിയ എന്തേലും ഉണ്ടാ? 200 രൂപയ്ക്ക് ഈ സിറ്റിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന കണ്ണാപ്പിയ മാത്രമാണ്. വേറെ 200 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ബോയ് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. വേറെ ഒരു സാധനം 200 രൂപ കിട്ടത്തില്ല സിറ്റിയിൽ. അതെ എനിക്ക് ഇതാണ് 10,000 കോടിക്ക് മുകളിലാണ് എന്റെ റേറ്റ്. ഞാൻ റേറ്റിംഗ് എന്നാ ഉദ്ദേശിച്ചത്. റേറ്റിംഗ് എന്നാണ്. പിള്ളേരെ വീട്ടിലിരിക്കണം, ഇറങ്ങി നടക്കണ ഉച്ചക്ക് വീട്ടിൽ പണി. ചന്ദ്ര ഇത് എന്റെ മോൾ ചന്ദ്ര. ഏതെന്താ ഇതാര്? നിനക്ക് നിന്റെ മോളാ? ഇതപ്പോ ഉണ്ടാക്കി കുറച്ചായി ചന്ദ്ര, കുറച്ചായി. അല്ലേ എന്താണ് ഡൗൺലോഡ് എടുക്കുന്നാടാ ഇതിനെയൊക്കെ? അതെ പിള്ളേര് ചോക്ലേറ്റ് വെച്ച് കഴിഞ്ഞാ പല്ലില്. സൈക്കിളും ചവിട്ടാറായില്ല, കാലൊന്നും വളരട്ടെ ആദ്യം. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തൊരു നാക്കല്ലേ. ഈ നാക്കിന് എന്തേലും പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. സൂര്യബോസ് നാക്കിന് ഡമ്പല് ചടിക്കും. ഇവരെയൊക്കെ മറ്റേ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്ന തോന്നുന്നു എനിക്ക്, വിദ്യാലയത്തിൽ നിന്ന്. അല്ല നിനക്ക് ഇത്രയും പെട്ടെന്ന് പിള്ളേരൊക്കെ ഇത്രയും പെട്ടെന്ന് കുറച്ച് നാൾ മുമ്പേ. നിനക്ക് എത്ര വയസ്സുണ്ട്? അപ്പൊ നീ ഞാൻ നിന്നെക്കാട്ടിൽ ചെറുപ്പാ. അല്ല എനിക്ക് 22 വയസ്സ്. ചന്ദ്രന് മോളുണ്ടല്ലോ എന്നെക്കാട്ടും.
എടാ വാസവണ്ണ വരും, വാസവണ്ണ വരും. നിങ്ങൾ ടെൻഷൻ ആവല്ലേ? 10 മിനിറ്റല്ലേ വൈകിയുള്ളൂ, വരും. ആളുടെ കറണ്ട് എന്തെങ്കിലും പോയിട്ടുണ്ടാവും, വരും, ആള് വരും. പേടിക്കും, ടെൻഷൻ അല്ല ഇങ്ങനെ. ചന്ദ്രു അണ്ണനെ കണ്ടായിരുന്നു. വാസവണ്ണ എല്ലാവർക്കും പത്താ ഹലോ മലക്ക് പോയിട്ട് വന്ന പോടാ. ആരാ വാസവണ്ണല്ലേ ആടാ? വാസവണ്ണന്റെ ഏത് ഇത് കണ്ട മറ്റേ കണ്ടാ എനിക്ക് നിഴല് കണ്ടാലും നിഴലുണ്ട് അറിയാൻ പറ്റും. ഇതേത്? ഇത് വാസവണ്ണന്നല്ല. ഇത് വാസുണ്ടല്ലേ, ഇത് മുത്തു മുത്തു. പേരെന്ത്? ഇതിന്റെ പേരെന്തിര്? ആരെ? ഞാനാണോ? അല്ല ഇവന്റെ പേര് ഇത് മുത്തുപ്പാണ്ടി. മുത്തുപ്പാണ്ടി. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ വാസവണ്ണനെ നമ്മള് മുത്തുപോയാ. ഈശ കേക്കുന്നുണ്ടാടാ? നാളെ ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടി പോയി നിങ്ങൾ വന്നേ, ഒറ്റയ്ക്ക് വന്നേ. ഓക്കെ. അല്ല ഇഷ്യൂ ആയോന്ന് ചോദിച്ചത്. അല്ല അല്ല ഇഷ്യൂ ആയേട്ടാ. കളിപ്പിക്കുന്ന പൊന്നാ കുട്ടിയുടെ കാല് എന്തറാ? ഹലോ ദക്ഷ, ഒരാളെ തട്ടിട്ടിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കണോ? ഒരു സഹതാപത്തിലില്ലേ ദക്ഷ? എന്നെ ആര് തട്ടി താഴെ ഇട്ട്? ദക്ഷ സുഖാണോ? സുഖം സുഖം. എന്താ പരിപാടി? എന്താ പരിപാടി? ഒന്നുമില്ല ദക്ഷ. മിസ് ഇങ്ങോട്ടെന്താ ദക്ഷ? ഒരു കാര്യം ചെയ്യട്ടെ. ദക്ഷ മിസ്റ്റർ എക്സിലായിരുന്നില്ലേ? മിസ്റ്റർ എക്സ് അല്ല, ഞാൻ ക്ലബ് അഡ്വക്കേറ്റ് ആയിരുന്നു. ക്ലബ് അഡ്വക്കേറ്റ് ആയിരുന്നല്ലേ? അതെ. ദക്ഷ മാരീഡ് ആണോ? അല്ല. കമ്മിറ്റഡ് ആയിരുന്നല്ലോ ആരായിട്ട്? നോ നോ വേ. ഞാൻ ഇതുവരെ ആരുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടില്ല. ഇതുവരെ ആരുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടില്ല? ഇല്ല. എന്താ പറ്റി? അങ്ങനെ താല്പര്യമില്ല. നല്ല കാര്യം. സിറ്റിയിൽ ഇങ്ങനത്തെ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക്. കീപ് ഗോയിങ് ദക്ഷ, കീപ് ഗോയിങ്. താങ്ക് യു താങ്ക് യു. കാര്യങ്ങൾ കിടക്കട്ടെ. എടാ എത്തപ്പാനെ, എന്താ പരിപാടി? എന്താ അറിയിക്കാം. അതെങ്ങനെ ഇടണടാ? സൗണ്ട് ബോർഡ് നേടുന്നുണ്ട് കൊറേ. சொல்லிட்டு വാങ്ങിയില്ല. ഹലോ ചന്ദ്ര സാർ. ചന്ദ്രു ആണോ? സൂര്യബോസ് എത്ര കോടി മേടിച്ചു? 1 കോടി. 1 കോടി അല്ല, 4 കോടി വാങ്ങി എന്റെ കുഞ്ഞിന്ന്. നിങ്ങളുടെ പമ്പിന്റെ കുഞ്ഞിന്ന്. ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് ജോലിയാണ്? ജോലി തരാ. അപ്പാനെ വിളിച്ചിട്ട് കാണിക്കാൻ പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞു. മുളയ്ക്കില്ല നിനക്ക് അറിഞ്ഞൂടെ? നീ എന്തിനാണ് സൂര്യബോസിന്റെ കൈ ചെന്ന് ചാടിയത്? നമ്പർ ഉണ്ട് എന്റെ കയ്യിൽ, നമ്പർ ഉണ്ട്, വിളിച്ചിട്ട് എടുക്കുന്നില്ല. ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കാശ് തിരിച്ചു മേടിച്ചു. ഒന്ന് എന്നോട് വരുവാ. ബ്രോ 4 കോടിയല്ലേ? ഒരു കോടി എനിക്ക് തന്നാ അവന്റെ 3 കോടി ബാക്കി. ബ്രോ എന്നോടൊന്ന് പറഞ്ഞോ, 1 കോടി അവന് കൊടുത്താൽ 1 കോടി അവന് കൊടുത്ത് അപ്പാന്റെ നമ്പറിന് 10 കോടി വേറെയും വേണമെന്ന് പറഞ്ഞത്. ഇത് മറ്റേ സിനിമ ഡയലോഗ് ആയാലോ? എന്റെ 5 കോടി കിട്ടാൻ വേണ്ടി ഞാൻ 10 കോടി മുടക്കാൻ. ഇല്ല സൂര്യബോസ് എന്റെ മോന. അപ്പൊ അവന്റെ അവൻ സിറ്റി വന്ന ഉടനെ തന്നെ അവന്റെ ഞാൻ കാശ് മേടിച്ച് നിങ്ങൾക്ക് തരാം. ഇതെന്റെ വാക്കാണ്. ഓക്കെ, ട്രസ്റ്റ് മീ. ഈ ഡയലോഗ് അപ്പ പമ്പിൽ വന്നിരുന്നെങ്കിൽ ഞാൻ 1 കോടി വാങ്ങിച്ചാൽ അപ്പ കിട്ടരുത് ജോലി വാങ്ങിത്തരാം. അതെ, നമ്മളെ ഈ കൊടുത്ത 3 കോടിക്ക് 1 കോടി കൊടുക്കാന്ന് പറയുന്നത് നമുക്ക് നഷ്ടമല്ലേ? പമ്പിൽ ജോലി വെച്ചാൽ പമ്പിൽ ജോലി തരാം. പക്ഷെ പമ്പിലെ ജോലി എന്ന് പറഞ്ഞ വാങ്ങിച്ചത് എന്റെ അടുത്ത്. പമ്പിൽ 1 കോടി കൊടുത്താൽ 200 കോടി റിട്ടേൺ കിട്ടുന്ന ജോലി തരാന്നാ പറഞ്ഞത്. എടാ ചൊക്ലി, നിനക്ക് അറിഞ്ഞൂടെ പമ്പ് ഇവർ ഉടനെ അല്ല ഈ ഗവൺമെന്റ് കയ്യിൽ പോകുന്ന അറിഞ്ഞൂടെ? കുറച്ച് നാൾക്കുള്ളിൽ. അത് കുഴപ്പമില്ല, നമ്മൾ തിരിച്ചു പിടിക്കും അവിടുത്തെ പമ്പ്. അതെ, അതുവരെ നമുക്ക് ജോലിയില്ല, നടക്കേണ്ടി വരില്ല. അപ്പൊ പറയും സൂര്യ വരുമ്പോഴത്തേക്ക് ഞാൻ മേടിച്ചരാം, പേടിക്കണ്ട കേട്ടോ. ചൊക്ലി അതെന്താന്ന് വെച്ചാ നോക്കിയോ. പിന്നെ മറ്റേ കാര്യം ചന്ദ്രു. പിന്നെ ചന്ദ്രു ഒന്നും വിചാരിക്കരുത്.
നിങ്ങൾക്ക് എൻ്റെ അടുത്ത് അടങ്ങാത്ത പകയാണെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ പേരെന്തിനാണ്? എൻ്റെ പേര് ചന്ദ്രു എന്നാ. ഞാൻ ദേഷ്യമൊന്നുമില്ലടാ. എന്താണ് ഞാൻ ദേഷ്യപ്പെടുന്നത്? അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ഫുൾ നെയിം ചന്ദ്രു ഡോം എന്നാ. ഡോം എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര്. അച്ഛനുണ്ടോ തെറ്റിയില്ലേ? പിന്നെ അച്ഛൻ വയ്യാതെ കിടക്കുക. എനിക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. അല്ല പക്ഷേ ഇവിടെ ഉള്ള എല്ലാരും പറഞ്ഞോണ്ട് നടക്കുന്നു ചന്ദ്രു എന്നെ കണ്ടു കഴിഞ്ഞാ കെട്ടി തൂക്കുമെന്നോ. എന്നോട് ഹോസ്റ്റേജ് എടുക്കുന്ന പറഞ്ഞത്. ഇത്രയും തങ്കപ്പെട്ട മനുഷ്യനെയാണ് നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ പറയുന്നത്. അതേടാ ബാർബർ ഷോപ്പിൽ പോയിട്ട് ഈ സിറ്റിയിൽ അടിപൊളി ചെത്ത് സ്റ്റൈല് വേണമെന്ന് പറഞ്ഞ ചന്ദ്രു സ്റ്റൈൽ വാസു സ്റ്റൈൽ എന്നാ പറയുന്നത്. കണ്ടില്ലേ എന്റെ കോലം കണ്ടില്ലേ? വാസു അങ്ങനെ പോലില്ലേ? ചന്ദ്രു മലക്ക് പോകുന്ന ഞാൻ ഇപ്പോരാ. എടാ അപ്പുക്കുട്ടാ മലക്കൊന്നും പോല എന്താ പരിപാടി? ചന്ദ്രു എടാ കണ്ണാപ്പി എന്താ കാര്യം പറയടാ കണ്ണാപ്പി. എന്തെങ്കിലും പ്രശ്നം ഡീൽ ചെയ്യാ? എന്തെങ്കിലും പ്രശ്നം ഡീൽ ചെയ്യണോ? മാമ എവിടെ? അപ്പുക്കുട്ട വണ്ടിയുടെ ചന്ദ്രു വണ്ടിയില്ല. എന്തിനാ ചിരിക്കണ അതിന്? എന്റെ ഒരു വണ്ടിയില്ല. ചന്ദ്രു ഒരു വണ്ടി മേടിച്ചു തരുവാണെങ്കിൽ കൊറേ കാശ്. ഞാൻ മറ്റേ കാശ് മുളക്കുന്ന മരം ഞാൻ നട്ടിട്ടില്ല. ചന്ദ്രു ഡീലിങ് ചന്ദ്രു ഇത്ര കോ-ലീഡർ ഒക്കെ അല്ലേ ചന്ദ്രു? കാശില്ലാന്ന് പറയല്ലേ? കോ-ലീഡർ അല്ലേ? എന്തോ ഒരു ഡീലിംഗ് ഞാൻ പറഞ്ഞല്ലോ. എന്താ എന്താ ഡീലിംഗ്? എന്തോ ഒരു കാര്യം അല്ല നിങ്ങ കോ-ലീഡർ അല്ലേ? അപ്പൊ അങ്ങോട്ട് കാശ് ചന്ദ്രുന്റെ കാശ്. എന്ത് ചന്ദ്രു അങ്ങനെ ഒരു വർത്താനം? ബ്രോ ആണ് ചന്ദ്രബോസ്. അതെ ബ്രോ ഒന്ന് ഇങ്ങോട്ട് വരുമോ? സംസാരിക്കണ്ട. എന്താ ബ്രോ? കുറച്ച് പേഴ്സണൽ ആണ്. ബ്രോ വരൂ. ആക്ച്വലി എന്റെ പേര് അക്കുസെട്ട് എന്നാണ്. ബ്രോ ഒരു കാര്യം ചോദിച്ചോട്ടെ? ബ്രോ എന്റെ കൂടെ ഒരു വാസു എന്ന് പറയുന്ന ആരും ഉണ്ടെന്ന് പറയണ കേട്ടു. ഉണ്ട് വാസു ഒരു പയ്യുണ്ട്. ആക്ച്വലി ഞാൻ എന്റെ ചേട്ടനെ തപ്പി അടക്കണേ. ചേട്ടന്റെ പേര് വാസു എന്നാണ്. അച്ഛൻ പറഞ്ഞത് ചേട്ടന്റെ പേര് വാസു എന്നാണ്. ചേട്ടനെ ഉപേക്ഷിച്ചതാണെന്നാ. അപ്പൊ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് ഭഗീരഥൻ പിള്ള. അതെ. ഹലോ അല്ല ഇവിടെ മൂന്നാല് ഞാന് വാസുമാരെ കണ്ടായിരുന്നു. ഒരു മിനിറ്റ് അപ്പുകൂട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ചേട്ടനെ തപ്പി നടക്കുന്നത് ബ്രോ. അപ്പൊ കാര്യം എന്താന്ന് വെച്ചാല് ഒരു പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ ടിവിയിൽ ഒരു വാസമുണ്ട്, പുള്ളിനോട് ഒന്ന് ചോദിക്കേ. അപ്പൊ ബ്രോ ടിവിയിൽ അതിനെ കൊണ്ടാണ് ബ്രോനോട് ചോദിക്കുന്നത്. ഇല്ല ബ്രോ, അതായത് പുള്ളിക്കാരന്റെ അച്ഛനെ അറിയാം. പുള്ളിയുടെ അച്ഛന്റെ പേര് രാജേഷ് എന്നാണ്. ഓ രാജേഷ് എന്നാണ്. ഓക്കെ. അപ്പൊ അതല്ല. ശരി ബ്രോ. ഓക്കെ ശരി. ഞാൻ ഇപ്പൊ 5ാമത്തെ വാസുവിനെയാണ് കാണുന്നത്. ഓക്കെ ഞാൻ ആരെങ്കിലും പറയാം. ഓക്കെ തന്തക്കിട്ടേ പറയാ. അല്ല വാസന്റെ അച്ഛന്റെ രാജേഷ് എന്നാണ്. പിന്നെ ബ്രോ ഹലോ പിന്നെ എന്റെ അഥവാ അന്വേഷിക്കുകയാണെങ്കിൽ ചേട്ടനാ ഒരു അനാഥ മന്ദിരത്തിൽ നിന്നാണ് അച്ഛൻ ഉപേക്ഷിച്ചത്. എന്താ അനാഥാരത്തിന്റെ പേരെന്താ അറിയോ? സൂരജ്. ഹലോ വാസന്റെ മേരിമാത ഓർഫണേജ് അവിടെ മേരി മാത അല്ലേ? ഓക്കെ. അങ്ങനെ ഒരാളെ കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ ഞെക്കല്ല ഞാൻ സംസാരിക്കുന്ന. എടാ ഇത് സംഭവം എന്ന് പറഞ്ഞാലേടാ വാസു അണ്ണന്റെ അച്ഛന്റെ വാസു അങ്ങനെ പേര്. ശരി എന്നാ പറഞ്ഞു. ഇതിൽ നീ പോവൂല. നീ ആര്? ബ്രോ നമ്പർ 047 047 അവന്റെ നമ്പർ 047. എന്താ ചന്ദ്രു പരിപാടി? പരിപാടി എന്തൊക്കെയാ ഇങ്ങനെ? ഞാൻ ഇങ്ങനെ പറഞ്ഞ
എന്ത് കാര്യം? ഹലോ അല്ല കുട്ടി, ഹലോ. എന്താ പേര്? കുട്ടി ഒന്ന് ചെരുപ്പ് ഊരിട്ടോ, ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്റെ അണ്ണന്റെ സുന്ദരമായ മുഖം കാണാൻ പറ്റുന്നില്ല. അതെ അതെ, ഒന്ന് ചെരുപ്പ് ഊരിട്ടോ. അണ്ണന്റെ അതേ ലുക്ക്. ചെരുപ്പൂരിടാ, ചെരുപ്പൂരിടാ. ചന്ദ്രു ഞാൻ ഡൗട്ട് ഞങ്ങൾ കുട്ടിയെ കാണാൻ പറ്റുന്നില്ല, മുഖം കുറച്ച് വേറൊരു മുഖമാണ്. ചന്ദ്രു ഞാൻ ഡൗട്ട് എനിക്കിതൊന്നും ലോഡായിട്ടില്ല. ഒന്ന് ചെരുപ്പ് ഊരിടോ. ചെരുപ്പ് ഊരിട്ടിട്ടാ മതി. വൈ പുതിയതാണോ സിറ്റിയില്? പുതിയതാണോ സിറ്റിയിൽ? പുതിയതാണോ സിറ്റിയില്? അതെ 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 അതെ. അയ്യോ, പേരെന്തായിരുന്നു? മാളു ശ്രീകാലിയ. ആ മാളൂസേ, നമ്മൾ ഉച്ചക്ക് കണ്ടായിരുന്നു. ഇപ്പൊ ശരിയായോ? എന്റെ പേര് പൂരിട്ടപ്പോ ഇപ്പൊ ശരി. മാളൂസേ, എന്റെ പേര് ചന്ദ്രൻ. ചന്ദ്രൻ. അറിയോ? കേട്ടായിരുന്നു ആരെങ്കിലും പറഞ്ഞു? കേട്ടിട്ടുണ്ട്. ഇല്ല, കേട്ടിട്ടുണ്ട്. എങ്ങനെ കേട്ടത്? ആരും എന്തോ പറയുന്നത് കേട്ടു. എന്ത് നല്ലതാണോ പറഞ്ഞത്? നല്ലത് തന്നെ. എന്ന് പറഞ്ഞ ആള് നല്ല അടിപൊളിയാണെന്ന് പറയണ കേട്ടു. സൂര്യ ബോസിനെ അറിയാവോ? ആരാ? സൂര്യ ബോസ്. ഇല്ലില്ല, വേറൊരു സൂര്യനെ അറിയാം. അലീനെ അറിയോ? അലീന അറിയാം. അലീന എങ്ങനെ അറിയാം? അല്ല, പേര് ആരോടാ അടിച്ചേ? നമ്മളിവിടെ നിക്കും, നമ്മളെ ഫയർ ചെയ്യാറായ ഓട്ടോ എല്ലാരും. അടി ആ പമ്പിലുള്ളവരടി. ആ പമ്പിലുള്ള ആരോ നമ്മൾ അടിച്ച്. പമ്പിലുള്ള ആരോ നമ്മൾ അടിച്ചു. നീ ഹെൽമെറ്റില്ലേ? ഹലോ, അപ്പുക്കുട്ടന്റെ കൂട്ടുകാരൻ. മാമനാ, ചന്ദ്ര. ഇതാരിത്? നിങ്ങളായിരുന്നാ? ഞങ്ങളാ. എന്നാരും വെടിവെച്ചേ? എസ്കോർട്ട് അടിക്കാൻ പറയോ ബോബോയുടെ അടുത്ത്? ഞാൻ വിചാരിച്ചു വേറെ ആര് ചത്തേര്? കൊന്നോ? നമ്മളല്ല പ്രശ്നമൊന്നുമില്ല. നമ്മളെല്ലാരും ഇളകാണ്ട് നിൽക്കുന്നു. എടാ, ഞാൻ കത്തത്തില്ല കേട്ടോ. നിങ്ങൾ കത്തിട്ട് വരുമ്പോ പറയണേ. ഞാൻ കത്താതെ ഇവിടെ തന്നെ ഉണ്ടാവും. കേട്ടാ കണ്ണാ? ചന്ദ്രൻ നമ്മുടെ കൂട്ടത്തിൽ ആദ്യം കത്തുന്ന കൊണ്ണേ. നമുക്ക് നോക്കാം ആരാന്ന് ആദ്യം. നമ്മുടെ കൂട്ടത്തിൽ ആദ്യം കത്തുന്ന കൊണ്ണ. കണ്ണാപ്പി, നീ എന്നെ നീ പോയി. ഇല്ല ഞാൻ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ചന്ദ്രൻ പോയിട്ടില്ല. ചന്ദ്രനോട് ഉണ്ടാക്കി ചെവിയിൽ കുരുവാണായിരിക്കണം നിന്റെ. കണ്ണാപ്പിരാണ് നോക്കട്ടെ. രണ്ട് കാളൂടെ ഉള്ളല്ലോ. ചന്ദ്രൻ പോയിട്ട് കണ്ട എടാ. ഇവിടെ കുണ്ടസ്വാമി പറഞ്ഞ കുണ്ടന്മാരാണ്. നിങ്ങൾ കാണുതാ കാണ്. ചന്ദ്രൻ പോയിട്ട് ഇതണ്ട. ചന്ദ്രൻ പോയിട്ട് കണ്ട. ബാബുവാ? ഏത് ബാബു? നമ്മളെ ബാബു.
അളിയ ചന്ദ്ര ഇവ ഒന്നാം തരം സെൽഫി അളിയ അല്ല അളിയ ഇവൻ കിക്ക് ലൈവ് ഇട്ട് വേറെ ആരും ലൈവ് ഇടാൻ പാടില്ല നമ്മളെ യൂട്യൂബിൽ ലൈവ് ഇടാൻ പാടില്ല യവൻ വന്നു കഴിഞ്ഞാൽ എല്ലാരും അങ്ങ് മാറി നിന്ന് കൊടുക്കണം അവന്റെ അച്ഛന്റെ മാല പണയത്തിരിക്കുവാണ് കുഞ്ഞമ്മയ്ക്ക് പ്രസവിച്ചപ്പോ പേർവേദന വന്നില്ല എന്തൊക്കെ ന്യായം അറിയാൻ വിളിച്ചു പറഞ്ഞത് ഓ അതിന് വേണ്ടിട്ട് എന്നിട്ട് ഇപ്പൊ പുതിയ സ്കാം ഞാൻ റെഡ് കത്തിച്ച് അവൻ മീശ പിടിക്കുന്നു അവൻ മുഖത്ത് എന്ത് ചരിക്കാനാണ് എന്ത് കാണിക്കാനാണ് അവൻ അവന്റെ ചെവിക്കകത്ത് ചിലപ്പോ അതിനും മുടി കാണും ചിലപ്പോ കള്ളൻ വായിച്ചോ ഒന്ന് ഹലോ ചന്ദ്ര അളിയാ അളിയാ സിറ്റി വരാത്തത് സിറ്റി കയറണ അളിയ ഒരു RP സെറ്റ് ഉണ്ട് അളിയ വാളിയാ ഭയങ്കര ബോറടി അളിയാ അളിയ നമുക്കൊരു ഒരു കിഡില് RP ഉണ്ട് അളിയാ ലാസ്റ്റ് എങ്ങനെ RP ചെയ്യും ലാസ്റ്റ് ഇത്തിരി ഇള്ളോളപ്പെട്ട ഒരു ചെറിയൊരു സാധനം കെട്ടി കടലിട്ട് ഭയങ്കര ചന്ദ്ര അളിയ ഓർമ്മണ്ടാ ലാസ്റ്റ് ഒരു RP എന്നും പറഞ്ഞിട്ട് ഒരു ഇത്തിരി പോകുന്ന സാധനം വെട്ടി കടലിട്ട് എന്തൊക്കെ പ്രശ്നം ഇന്ന് അളിയ നാളെ വാളിയെ ബോറടിക്കണ അളിയാ നാളെ എന്തോ നിനക്ക് പരിപാടി നാളെ അളിയ വാ എന്തേലും ചെയ്യാം നമുക്ക് സിറ്റിയില് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അളിയ നമുക്കൊരു ബിസിനസ് തുടങ്ങണം അളിയാ ഞാനിപ്പം ഫുൾ ബിസിനസ് മൈൻഡ് ആണ് ഒരു കിടിലം ബിസിനസ് അതെങ്ങനെ ഞാൻ നിന്റെ കൂടെ ചെയ്യും നീ കള്ളനല്ലേ 5 വർഷമായിട്ട് കൂടെ നിന്ന് ഗ്യാങ്ങിന് മുമ്പിക്കാൻ നോക്കുന്നതിന്റെ കൂടെ ഞാൻ എങ്ങനെ ബിസിനസ് ചെയ്യും എന്റെ പട്ടി ചെയ്യും ബിസിനസ് വാർപ്പിലാരോട് സംസാരിക്കല്ലേ ഇല്ല അളിയാ എന്നെ കോച്ച് വിളിച്ച് സംസാരിച്ച കേസാണ് നിന്നെ വിളിച്ചാ കോച്ച് വിളിച്ചിട്ട് പിന്നെ കോച്ചനെ വിളിച്ചിട്ടല്ല ഇത് RP കേസാണെന്ന് ഞാൻ അപ്പോഴാണ് അറിയണത് എന്നിട്ട് കണ്ണാപ്പി 500 രൂപയ്ക്ക് വേണ്ടി എന്തോ ചെയ്യണേട്ടാ ഔട്ട് ഓഫ് വാർപ്പ് ഗെയിം ആയല്ലോ സത്യം കോച്ച് എന്നെ വിളിച്ചാണല്ലോ വരാൻ വേണ്ടിട്ട് കൊച്ചിന് വട്ടായിട്ടാ കൊച്ചിന് വട്ടാന്നൊക്കെ പറയുന്നു ചാറ്റില് കോച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു RP കയറണം ചന്ദ്രനെ പിടിക്കണമെന്ന് പറഞ്ഞു ഇല്ല കൊറേണ്ണ ഇങ്ങനെ കൊറേണ്ണ ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട് അത് നിക്കണമല്ലോ പിന്നെ വേണ്ടേ ഞാൻ ഞാൻ കേറട്ടെന്ന് ഇങ്ങനെ ഓമ്പിക്കാന്നല്ലേ നമ്മള് നോക്കേണ്ടത് നമുക്ക് ചന്ദ്രു ബാബുഷായിട്ട് തിരിച്ചു വന്നിട്ട് യൂണിവേഴ്സിലോട്ടൊന്ന് കയറ്റണം ബാബു നിന്നെ മിഥുനെണ്ണ റിയാക്ട് ചെയ്യണം കേട്ടാ ഞാൻ മിഥുനൊന്നും ഫാനാ എനിക്ക് അതിലോട്ട് താല്പര്യമില്ല പുള്ളി നല്ലൊരു പയ്യനാണ് ഞാൻ അതിൽ നിനക്കങ്ങ് ഇഷ്ടപ്പെട്ടല്ലേ ഞാൻ ഇന്ന് കണ്ടുള്ള ഒരു ഷോട്ട് നീയും മിഥുനായിട്ടുള്ള കോൺട്രവേഴ്സി ഇവരങ്ങ് സെറ്റ് ആയതാ പേര് എന്തായിരുന്നു മറന്നു ഒരു ഞാൻ സ്ക്രീൻഷോട്ട് പേരെന്തായിരുന്നു ക്രൂവല്ല ഓക്കെ നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജംഗ്ഷനിൽ വെച്ചിട്ട് അപ്പുറത്ത് ഞാൻ സിറ്റി കാണും ഗയ്സ് ബൈ ബൈ ജംഗ്ഷൻ ഏതായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെ തോന്നി എവിടെയാന്ന് ഓർമ്മ വരുന്നു അവിടെയായിരുന്നു ആ പേൾ റിസോർട്ടിന്റെ അവിടെയായിരുന്നു നീ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞാലാണ് ഇപ്പൊ ഇവിടെ 5 എക്സിറ്റ് ആയത് അതെ ചന്ദ്രൻ അതെ എന്താ പരിപാടി ഇങ്ങനെ നടക്കുകയാണ് കുറച്ച് ഗേൾസിനോടൊക്കെ കമ്പനി അടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക പക്ഷെ എടാ നീ ആലോചിച്ച് നോക്കണം കണ്ണാപ്പി ഞാനോ സിറ്റിയിലില്ല എന്നെ പ്രതികരിച്ച് എന്തെങ്കിലും സിറ്റിയിലില്ലെങ്കിൽ മിക്കവാറും 6 മാസത്തിൽ എല്ലാവരും മറക്കും അതെങ്കിൽ അവന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും ചുമ്മാ ഞാൻ പോയിട്ടോളൂ